അർജുനായി ഗംഗാവലി നദിയുടെ ആഴങ്ങളിൽ പരിശോധന. നോക്കാം പ്രധാന വാർത്ത. ഷിരൂരിൽ ഗംഗാവലി നദിയുടെ ആഴങ്ങളിൽ പരിശോധന. 12ാം ദിനം പ്രതീക്ഷയായി ഈശ്വർ മാൽപേയും സംഘവും. 4 തവണ പരാജയപ്പെട്ടിട്ടും ദൌത്യം തുടർന്ന് ഈശ്വർ മാൽപേ. 3ാം ശ്രമത്തിൽ വടം പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വർ മാൽപേയെ രക്ഷപ്പെടുത്തി നാവികസേന. അർജുന്റെ ലോറി കരയിൽ നിന്ന് 132 മീറ്റർ അകലെ. സിഗ്നൽ തെളിഞ്ഞത് ഡ്രോൺ പരിശോധനയിൽ. മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എം ഇന്ദ്രബാലൻ. തെരച്ചിലിനായി ഫ്ലോട്ടിംഗ് പ്രതലം എത്തിക്കും. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം. കുപ്വാരയിൽ ഇന്ത്യൻ പോസ്റ്റിന് പാക് സൈന്യത്തിന്റെ ഗ്രനേഡ് ആക്രമണം. ഒരു ജവാന് വീരമൃത്യു. പാക് ഭീകരനെ വധിച്ചു. ഏറ്റുമുട്ടൽ തുടരുന്നു. സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. പോരിനുറച്ച് വി.ഡി. സതീശൻ. എ.ഐ.സി.സി അതൃപ്തി അറിയിച്ചു. താൻ വിമർശനത്തിന് അതീതനല്ലെന്നും പ്രതിപക്ഷ നേതാവ്. പാർട്ടിയിൽ ഒരു തർക്കവുമില്ലെന്ന് കെ മുരളീധരൻ. നീതി ആയോഗ് പിരിച്ചുവിടണമെന്ന് മമതാ ബാനർജി. മൈക്ക് ഓഫ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി പങ്കെടുക്കില്ലെന്നും പ്രഖ്യാപനം. മമത നാടകം കളിക്കുന്നുവെന്ന് ബി.ജെ.പി. എറണാകുളത്ത് ഷൂട്ടിംഗിനിടെ നടന്ന അപകടത്തിൽ കേസെടുത്ത് പോലീസ്. അപകടം MG റോഡിൽ. അർജുന അശോകനും സംഗീത് പ്രതാപിനും പരിക്ക്. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ 2 സ്വർണവും ചൈനയ്ക്ക്. ആദ്യ നേട്ടം 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ. ഇന്ത്യൻ പ്രതീക്ഷയായി വനിതാ വിഭാഗം 10 മീറ്ററിൽ മനു ഭാക്കർ ഫൈനലിൽ. അർജുൻ കാണാമറയത്ത് തന്നെ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള ശ്രമം 12ാം ദിവസവും തുടരുകയാണ്. ദൌത്യസംഘവും മത്സ്യത്തൊഴിലാളികളും ഗംഗാവലി നദിയിലെ മൺകൂനയ്ക്ക് മുകളിൽ നിലയുറപ്പിച്ച് തെരച്ചിൽ നടത്തുന്നു. ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപ്പയും സംഘവും നദിയിൽ പരിശോധന നടത്തുകയാണ്. 6ാം തവണയും ഈശ്വർ മാൽപ്പെ നങ്കൂരമിട്ടിട്ടുണ്ട്. നേരത്തെ കയർ പൊട്ടിയെങ്കിലും നാവികസേന ഈശ്വർ മാൽപ്പയെ രക്ഷിച്ചു. അതേസമയം കരയിൽ നിന്ന് 132 മീറ്റർ അകലെ കണ്ടെത്തിയ ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്നും മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ദൌത്യം ഏകോപിപ്പിക്കുന്ന എം ഇന്ദ്രബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. അവർ ചെയ്യാൻ പോകുന്ന ആക്ഷൻ ഡെഫിനറ്റ്ലി ഒരുപാട് കറേജിയസ് ആക്ഷൻ ആണ്. ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് അവിടെ വെള്ളത്തിന്റെ താഴെ പോകുമ്പോഴാണ് നമ്മൾ അതിന്റെ ഡേഞ്ചർ അറിയുന്നത്. വെള്ളത്തിൽ പുറത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടിയില്ല. അത് മാത്രമല്ല, നമ്മൾ വെള്ളത്തിനകത്ത് കയറുമ്പോൾ അവിടെ ഫുൾ ഡാർക്കാണ്. എന്തെങ്കിലും കാണാൻ പറ്റുന്നെങ്കിലും വി ആർ ഇൻ എ പൊസിഷൻ, നമ്മൾ എന്തെങ്കിലും ഡേഞ്ചർ ഒബ്ജക്ട് നമ്മൾ ഹിറ്റ് ചെയ്യണം, ഒരു റോക്ക് വന്ന് ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാലൻസ് ലോസ് വി കൻ സേവ് ആർസെൽസ്. അത് മാത്രമല്ല, അവർ താഴെ പോയി കഴിഞ്ഞാലും അവർക്ക് ചിലപ്പോൾ ഗ്ലാസസ് കൂടെ ഉണ്ടാവില്ല. സോ വെറും കണ്ണുകൊണ്ട് നോക്കിയാലും ഏകദേശം ഒന്നും കാണാൻ പറ്റില്ല. സോ ഒരു കൈ കൊണ്ട് ഫീൽ ചെയ്തിട്ട് താഴെ പോകേണ്ടി വരും. It's definitely a very, very, very challenging, not only challenge, very dangerous mission they are taking, but I really salute them if they are doing. ഞങ്ങളുടെ അസസ്മെന്റില് ഈ CP4 തന്നെ കിട്ടാൻ ഹയസ്റ്റ് ചാൻസ് ആണ്. അത് കാരണം അവിടുന്ന് തുടങ്ങുന്നതാണ് ബെസ്റ്റ്. അവിടെ നമുക്ക് 3 മീറ്ററിൽ നമുക്ക് ഫസ്റ്റ് സൗണ്ട് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം അതിന്റെ ടോപ്പ് പോർഷൻ അതും മെറ്റലിക് സിഗ്നേച്ചർ ആണ്. അപ്പോൾ ടോപ്പ് പോർഷൻ, ആ മെറ്റലിക് പോർഷൻ തന്നെ 3 വീട്ടിലുണ്ടെന്നാണ് നമ്മുടെ അസസ്മെന്റ്. അതിന്റെ മേലെ ചിലപ്പോൾ കുറച്ച് മണ്ണും കല്ലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഗുഡ് സൈൻ ഈസ് അവിടെ കയറി കഴിഞ്ഞിട്ട് 3 മീറ്ററിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഫീൽ കിട്ടും. അബ്സൊല്യൂട്ട്ലി കറക്റ്റ് ആണ്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രോബബിൾ അസസ്മെന്റ് കൊടുത്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി മാഗ്നറ്റിക് സിഗ്നേച്ചേഴ്സ്. ടോപ്പ് പോർഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ദി മാഗ്നറ്റിക് സിഗ്നേച്ചർ ഇത്ര അടുത്തായിട്ട്. സോ ഞങ്ങളുടെ ഒരു അസസ്മെന്റ് ദർ ഈസ് ഗുഡ് ചാൻസ് ദാറ്റ് ആ ക്യാബിന്റെ
ഗ്ലാസും ബോഡിയും പ്ലാസ്റ്റിക് ബോഡിയൊക്കെ അതാണ് ടോപ്പിലാവാൻ ഒരു നല്ല ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ അസസ്മെന്റ്. മൺകുഴി ഫോം ആയത് ഇറ്റ്സ് എ ടെമ്പററി മൺകുഴി, അത് പെർമനന്റ് ആയിട്ട് സോളിഡിഫൈഡ് ആയിട്ടില്ല. അത് ഇത് മൊത്തം ലാൻഡ് സൈഡ് അവിടെ പോയി കിടക്കുന്ന മാത്രമേ ഉള്ളൂ, അത് സ്റ്റെബിലൈസ് ആയിട്ടില്ല. അതിനെ പ്ലാറ്റ്ഫോം ആക്കാൻ പറ്റും, പക്ഷെ അതിന്റെ ആങ്കറേജ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ആങ്കറേജ് ചെയ്താൽ പറ്റില്ല, ബിക്കോസ് അത്ര പെടുത്തും കിട്ടില്ല. വെരി സോളിഡ് സ്ട്രോങ് ആങ്കറേജസ് അതിന് ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ നന്നായി ഡിസൈൻ ചെയ്യണം. ബട്ട് ഡെഫിനറ്റ്ലി അവിടെ ഉള്ളത് ഇറ്റ് ഇസ് എ വെരി ബിഗ് സപ്പോർട്ട്. അത് ഇല്ലെങ്കിൽ വെറും മിസ്റ്റീം ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയത് തന്നെ. മൺകുഴി അവിടെ കടക്കുന്നത് ഇറ്റ്സ് എ വെരി വെരി ഗുഡ് പ്ലാറ്റ്ഫോം ടു ഓപ്പറേറ്റ് ഫ്രം. പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് വെല്ലുവിളിയായി തുടരുകയാണ്. പുതിയ ദൌത്യ രീതിക്കുള്ള സാധ്യത പരിശോധിക്കുമെന്നും ജില്ലാ ഭരണകൂടത്തോട് ഇതാവശ്യപ്പെട്ടതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തന ഘട്ടത്തിൽ ഒന്ന് വരാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പലപ്പോഴും അവരെ തടയുന്നു എന്നുള്ള പ്രശ്നവും പറഞ്ഞിരുന്നു. അവർക്ക് വന്ന് മറ്റെന്തെങ്കിലും വൈദഗ്ധ്യമുള്ള സംഭാവനകളോ നിർദ്ദേശങ്ങളോ നൽകാനല്ല, പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാലോ. ആ മാനസികാവസ്ഥയുടെ ഭാഗമായി അവർക്ക് ഇവിടെ വരണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പം അതിന് സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായി 3 പാസ് 3 പേർക്ക് നൽകാൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചു. അത് എന്ത് പ്രയാസമോ പ്രശ്നമുണ്ടെങ്കിലും അടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. ജില്ലാ കളക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കളക്ടർ രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു സംഘം വരേണ്ടത്, എത്തിക്കാം. അതിൽ മാറ്റം എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല എന്ന് അതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. നേവൽ ബേസ് ഏറ്റവും മികച്ച നിലയിൽ ഇനി ഇതിലും നല്ല നിലയിൽ ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാവുന്നതാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ ഇതിന്റെ എന്തെങ്കിലും സാധ്യതകൾ നേവൽ ബേസിൽ നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് സംവിധാനങ്ങൾ നമുക്കറിയാം, രാജ്യത്ത് പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ നേവൽ ബേസുകളുണ്ട്. അവിടെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനോ ഇടപെടാനോ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അതിനിടപെടണമെന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനിയായ ജില്ലാ കളക്ടർ ശ്രദ്ധപ്പെടുത്തി. ഞങ്ങൾ ആ കാര്യം ശ്രദ്ധപ്പെടുത്തി. അതിന്റെ ഭാഗമായി ആ കാര്യവും പൊതുവെ പരിശോധിക്കാമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൌത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സാധ്യമായ എല്ലാ രീതിയിലും ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുക ആണ് കേരളത്തിന്റെ നിലപാട്. അതിനനുകൂലമായ സമീപനം തന്നെ എല്ലാവരും സ്വീകരിക്കുന്നു എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. ഇന്ന് 12ാം ദിവസം ഏറ്റവും പ്രതീക്ഷ നൽകിയത് നദിയിലിറങ്ങിയുള്ള പരിശോധന സാധ്യമായി എന്നതാണ്. അത് ഉടുപ്പിയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപ്പയും സംഘമാണ് അത്തരമൊരു പരിശോധനയ്ക്ക് ഉള്ള സാധ്യത തേടിയിരിക്കുന്നത്. 6 തവണ പക്ഷേ അവരുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവരുടെ ശ്രമം തുടരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ്. അവർ ആ നദിക്ക് മധ്യഭാഗത്തായി രൂപപ്പെട്ടിട്ടുള്ള മൺകൂനയിൽ നിലയുറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് നദിയിലിറങ്ങി പരിശോധനയ്ക്കുള്ള സാധ്യതയാണ് തേടുന്നത്. ഏതാണ്ട് 132 മീറ്റർ അകലെ സിഗ്നൽ ലഭിച്ച ഇടത്താണ് ഇന്ന് 12ാം ദിവസം നേരിട്ടിറങ്ങിയുള്ള പരിശോധന നടക്കുന്നത്. പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ച നാവികസേനയുടെ ഡീപ്പ് ഡൈവർമാർ പോലും ഇറങ്ങാൻ മടിക്കുന്ന ഇടത്താണ് ഉടുപ്പിയിൽ നിന്നുള്ള ഈശ്വർ മാൽപ്പയും സംഘവും നിലയുറപ്പിച്ച് നദിയുടെ ഉൾഭാഗത്ത് ഇറങ്ങി പരിശോധന നടത്തുന്നത്. ശക്തമായ അടിയൊഴുക്ക് ഇപ്പോഴും വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കരയിൽ നമുക്ക് കാണാം. നേരത്തെ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് കടത്തിവിടാത്തത് വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. ഇന്നൊക്കെ 12ാം ദിവസം എത്തുമ്പോൾ കർണാടകയിലെ മാധ്യമ സംഘവും അവിടെ എത്തിയിരുന്നു. അവർക്കൊക്കെ ആ സൈറ്റിലേക്ക് പോകണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും അത് തടഞ്ഞത് വലിയ രീതിയിൽ വാക്കുതർക്കത്തിനൊക്കെ ഇടയാക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കടത്തിവിട്ടിരിക്കുന്നു. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെയും നമുക്ക് കാണാമായിരുന്നു. എന്തായാലും അവിടെ ആ
ഓപ്പറേഷൻസ് തുടരുകയാണ്, അത് കൂടുതൽ ഊർജിതമായി തുടരും എന്ന സന്ദേശം തന്നെയാണ് മുഹമ്മദ് റിയാസ് നൽകിയതും. അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, 6 തവണ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാൽപേ സംഘവും ഈ നദിയുടെ കുത്തൊഴുക്കിൽ ഇറങ്ങി നടത്തുന്ന പരിശോധനയിൽ ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ പ്രതീക്ഷയാകുന്നത് അവർ ആ ദൗത്യം തുടരുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ 6 മണി പിന്നിട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഏതാണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴേക്ക് ദൗത്യം ഉപേക്ഷിക്കാറുണ്ട്. എന്താണ് ഇനി അവിടുത്തെ സാഹചര്യം? എന്താണ് അവരുടെ നീക്കം? ഇനി എത്ര നേരം ഈ ദൗത്യം തുടരാൻ കഴിയും? രേണുക, ദൗത്യം അതായത് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാൽപേ സംഘത്തിന് ഇവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം അവർ 6-7 തവണ ശ്രമം നടത്തിയിട്ടുണ്ട്. 7ാമത്തെ തവണയുള്ള 7 തവണയും അവർ ഡൈവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. 3ാം തവണ ഡൈവ് ചെയ്തതും മാൽപേ ഈശ്വർ ആയിരുന്നു. ഈശ്വരൻ വടം പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോയി. തുടർന്ന് നാവികസേനയും ഇവരുടെ കൂടെയുള്ള സംഘവുമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ഇത് വലിയ അപകടം പിടിച്ച ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടരാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മണിക്കൂറുകളായി ഇപ്പോൾ ശ്രമം നടക്കുന്നു. പക്ഷേ ആ ശ്രമമെല്ലാം വിഫലമാവുന്നു എന്നുള്ള ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, നേവിക്കും ഇപ്പോൾ ഇതിലൊരു ഡൈവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഇതിന്റെ അടിയൊഴുക്ക് 6.8 നോട്ട്സ് ആണ് ഉണ്ടായിരുന്നത്. അത് കുറയണം. അത് 3 നോട്ട്സ് എങ്കിലും ആയി കുറഞ്ഞാൽ മാത്രമേ അടിത്തട്ടിലുള്ള ലോറി കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കരസേന കരയിലെ മണ്ണ് നീക്കം ചെയ്യുന്നതും അതിന്റെ രക്ഷാപ്രവർത്തനവും ഉറപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ പ്രധാനമായും ദൗത്യം നടക്കേണ്ടത് വെള്ളത്തിലാണ്. ഗംഗാവലി നദി ഇപ്പോഴും അതിന്റെ രൗദ്രഭാവത്തിൽ കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും മഴ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ഇവിടെ ലഭിച്ചിട്ടില്ല. ഇവിടെയും നമ്മൾ ഈ പ്രധാനമായും ഇതിന്റെ രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ തുടങ്ങിയത് മുതൽ നമ്മൾ അത് പകർത്തിയ ദൃശ്യങ്ങൾ ഗോകർണത്ത് നിന്നുകൊണ്ട് ഒരു കുന്നിന് മുകളിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് പകർത്തിയത്. ആ പ്രദേശത്ത് എവിടെയും തന്നെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ മഴയുള്ളതായിട്ട് തോന്നുന്നില്ല. ഈ പ്രദേശത്ത് മഴയില്ല. പക്ഷേ ഈ ഗംഗാവാലി നദിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വെസ്റ്റേൺ ഘാട്സിലെ, അതായത് ഈ പശ്ചിമഘട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ, കുന്നുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും ശക്തമായ കുത്തൊഴുക്കുണ്ടാവും. ആ കുത്തൊഴുക്കിൽ എന്തായാലും രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. പക്ഷേ മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നേവിയിൽ എത്ര കുത്തൊഴുക്കിലും എത്ര വലിയ വെള്ളപ്പൊക്കത്തിലും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനും ആളുകളെ കരയിലെത്തിക്കാനും ശേഷിയുള്ള നേവി സംഘങ്ങളുണ്ട്. അത്തരത്തിൽ വൈദഗ്ധ്യം നേടിയ സംഘങ്ങളെ ഇവിടെ എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉടൻ തന്നെ ഉണ്ടാവും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പദ്ധതി ഇന്നലെ അത് യോഗത്തിൽ തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഒരു നീക്കം കൂടി നടത്താമെന്ന്. പക്ഷേ അതിൽ നിന്ന് പിന്നീട് കർണാടക പിന്നാക്കം പോയി. ഉടൻ തന്നെ മന്ത്രി റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അത്, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ, MLA-മാരായ സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവർ ഇടപെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഇത് വേണം എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. ഉത്തര കന്നഡ ജില്ലാ കളക്ടറായ ലക്ഷ്മി പ്രിയ അങ്ങനെയാണെങ്കിൽ ആ ഒരു ദൗത്യം കൂടി, ആ ഒരു പരീക്ഷണം കൂടിയായി മുന്നോട്ട് പോകാം, അങ്ങനെ ഒരു നീക്കം കൂടി നടത്താം എന്നുള്ളൊരു തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഇതിന്റെ എക്യുപ്മെന്റ്സ്, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ആവശ്യമായ എക്യുപ്മെന്റ്സ് വരേണ്ടതുണ്ട്. ആ എക്യുപ്മെന്റ്സ് ഇന്ന് രാത്രിയോടെ എത്തിയതിനു ശേഷം നാളെ രാവിലെ അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം കൂടി നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈശ്വർ മാൽപേയും സംഘത്തിന്റെയും നീക്കം എന്താണ്? അവരുടെ ദൗത്യം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ആ ശ്രമത്തോടെ അവസാനിക്കുമോ? അതോ അവർ തുടർ ദിവസങ്ങളിലും അവരുടെ ശ്രമം തുടരാനുള്ള സാധ്യതയാണോ ഉള്ളത്? അക്കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ആയിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ കലക്ടർ ഇതിനെക്കുറിച്ച് പറയും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനം എന്തായാലും തൽക്കാലം അവർ നിർത്തിവെച്ച് പോവുകയും മടങ്ങുന്നതിനെ കുറിച്ചൊന്നും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അവരുടെ ശ്രമം തുടരുന്നുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഒരു പക്ഷേ നാളെ കുറച്ചുകൂടെ നീരൊഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവർ ശ്രമം നടത്തും. കാരണം നേവി അത്തരത്തിൽ ഡൈവിംഗ് നടത്തണമെങ്കിൽ എന്തായാലും വെള്ളം ഒരു 3 നോട്ട്സ് എങ്കിലും ആയി കുറയേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 6ന്റെ മുകളിലാണ്, 6.8. അപ്പോ അത്തരത്തിൽ വെള്ളം കുറയേണ്ടതുണ്ട്. അതുവരെ നേവിക്ക് ഇതിൽ മുങ്ങി എടുക്കാനോ അല്ലെങ്കിൽ ഇത് മുങ്ങാൻ കഴിയില്ല എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്.
മുങ്ങൽ വിദഗ്ധന്മാരെല്ലാം തന്നെ അത്തരത്തിലൊരു തീരുമാനമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ മാൽപേ സംഘം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈശ്വർ മാൽപേ എന്തായാലും ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ഇനിയിപ്പോ ഏതെങ്കിലും നിർത്തിവെക്കാൻ തീർച്ചയായും എന്തായാലും അതൊരു പ്രതീക്ഷയാണ്. ഇതുവരെയും 6 തവണ അവരുടെ അറ്റംപ്റ്റുകൾ പരാജയപ്പെട്ടിട്ടും അവർ ആ ശ്രമം തുടരുകയാണ്. ആഴങ്ങളിലേക്ക് അവർ എത്തുന്നുണ്ട്. പക്ഷേ ശക്തമായ അടിയൊഴുക്കുണ്ട്. അവർക്ക് ലാൻഡ് ചെയ്യാനോ കൈകൊണ്ടുള്ള പരിശോധനയാണ് അവർ നടത്താറ്. സാധാരണ ദുരന്ത മുഖങ്ങളിൽ അവർ അങ്ങനെയാണ് ഈ അവർ തേടുന്ന വസ്തുക്കൾ കണ്ടെത്താറ്. ഇവിടെ അർജുന്റെ ലോറിയാണ് തേടുന്നത്. അതിന്റെ ക്യാബിൻ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ക്യാബിൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ അർജുൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക രണ്ടാമത്തെ ഘട്ടം. പക്ഷേ അവർക്ക് അതിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ശക്തമായ കുത്തൊഴുക്കുണ്ട്. ചെളിയിൽ പൂർന്ന് ഇരിക്കുകയാണ് ഈ വാഹനം എന്നതാണ് കരുതുന്നത്. സീറോ വിഷനാണ്. അവിടെ തെരച്ചിൽ അസാധ്യമാകുന്നത് ഈ പ്രതികൂല ഘടകങ്ങൾ തന്നെയാണ്. വിനേഷ്, ഈ ഒരുപാട് ദുരന്തമുഖങ്ങളിൽ അവർ പോയിട്ടുണ്ട്. ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതും സാധ്യമാകാത്ത ഇടങ്ങളിൽ ഏതാണ്ട് 200ഓളം മൃതദേഹങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊക്കെയാണ് അവരുടെ പരിചയം. സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിൽ ഏറ്റെടുത്ത് ഈ ദുരന്തമുഖങ്ങളിൽ നിരന്തരം എത്തുന്നവരാണ്. അവർക്ക് ഇവിടെ പ്രതികൂല ഘടകങ്ങളാകുന്നത് എന്തൊക്കെയാണ്? ഈ കുത്തൊഴുക്കാണ് എല്ലാ പ്രാവശ്യവും എല്ലാ നാവികസേനയ്ക്കായാലും ആർക്കായാലും അവിടെ ഇറങ്ങുന്നതിന് വെല്ലുവിളിയായിരിക്കുന്നത്. അവർ ഇറങ്ങുന്നുണ്ട്, ആ കുത്തൊഴുക്കിലും അവിടെ ഇറങ്ങുന്നുണ്ട്. മറ്റെന്തൊക്കെയാണ് അവിടെ അവർ നേരിടുന്ന വെല്ലുവിളി? രേണുക, പ്രധാനമായും ഈ കുത്തൊഴുക്ക് തന്നെയാണ്. അതായത് ശക്തമായ അടിയൊഴുക്ക് എന്ന് നമുക്ക്, കാരണം വടം പൊട്ടി ഒഴുകി പോകേണ്ട അത്രത്തോളം ശക്തമായ കുത്തൊഴുക്ക് ഗംഗാവാലി നദിയിലുണ്ട്. ഒന്നതാണ്. മറ്റൊന്ന് ചെളിയാണ്. കാരണം ഈ മൺകൂന രൂപപ്പെട്ടതിന്റെ അവിടെ നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. 4ാമത്തെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ്. ഇവിടെയാണ് ഈ ലോറിയുടെ ക്യാബിൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ഇവിടെയാണ്. ആ പ്രദേശത്ത് ആ ഒരു ഭാഗത്ത് പരിശോധന നടത്തണമെങ്കിൽ ചെളിയാണ്, വലിയ തോതിൽ ചെളിയാണ്. ഇതിൽ ചെളിയിൽ പുതഞ്ഞു പോയ നിലയിലാണ് ഈ ലോറി ഉള്ളത് എന്നാണ് ഇന്ദ്രപാൽ നമ്പ്യാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഒരു ശ്രമം നടത്തുമ്പോഴാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്. ഒന്ന് അതാണ്. മറ്റൊന്ന് വെള്ളം, അധികം കലക്ക് വെള്ളമാണ്. അതിൽ ഒന്നും നമുക്ക് താഴേക്കൊന്നും കാണില്ല. എത്ര മുങ്ങിക്കഴിഞ്ഞാൽ പോലും തൊട്ടടുത്തുള്ളത് പോലും കാണാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം, ഒന്നും കാണാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അത്രത്തോളം കലങ്ങി മറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാവാലി. കാരണം മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതികൂല ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രക്ഷാദൗത്യത്തിന് വിലങ്ങുതടിയാവുന്നത്. അത് എന്തായാലും അത്തരം ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. മാറ്റം എന്നാൽ മഴ കുറയേണ്ടതുണ്ട്. മഴ കുറഞ്ഞാൽ അടിയൊഴുക്ക് കുറയും, കലക്കും കുറയും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല ഇത് വലിയ വെല്ലുവിളിയാണ്. ഒരുപക്ഷെ ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അർജുൻ അതിനകത്ത് ഇല്ലെങ്കിൽ പോലും ഇനിയൊരു വലിയ തോതിൽ ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവില്ല. കാരണം ഈ ലോറിക്കകത്ത് സാധാരണ നിലയിൽ ഈ സമയങ്ങളിലെല്ലാം തന്നെ ലോറിക്കകത്ത് വിശ്രമിക്കുന്ന ഒരാളാണ് അർജുൻ എന്നാണ് കേൾക്കുന്നത്. അവരുടെ ബന്ധുക്കളും മറ്റുള്ള അർജുനെ അറിയുന്നവരും സുഹൃത്തുക്കളും എല്ലാം പറയുന്നതാണ്. ഒരുപക്ഷെ AC എല്ലാം ഇട്ട് അതിനകത്ത് വിശ്രമിക്കുന്നതിനിടയിലായിരിക്കണം സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല, കടയിൽ നിന്ന് തൊട്ടടുത്തുള്ള ലക്ഷ്മണന്റെ കടയിൽ നിന്ന് ചായ കുടിച്ച് മടങ്ങുന്നതിനോ ചായ കുടിക്കുന്നതിനിടയിലോ ആണെങ്കിൽ പിന്നെ ആ ലോറിക്കകത്തുണ്ടാകാൻ സാധ്യതയില്ല. മൂന്നാമത്തെ കാര്യം, ഈ ലോറിക്ക് മുകളിലേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് പാറയും കൂട്ടങ്ങളും വരുന്ന സമയത്ത് ഇത് തകർന്ന് പുഴയിലേക്ക് കുത്തിയൊലിച്ച് പുഴയിലേക്ക് പോയ സമയത്ത് ഇതിന്റെ ഗ്ലാസ് ക്യാബിനുമെല്ലാം തകർന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്ന് പുറത്തേക്കെങ്ങാനും അർജുൻ പോയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. എന്തായാലും ലോറി കിട്ടിയാൽ മാത്രമായിരിക്കും ഇതിൽ കൃത്യമായൊരു നിഗമനത്തിലെങ്കിലും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോറി എത്രയും പെട്ടെന്ന് പൊക്കിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യം അത് തന്നെയാണ് പ്രധാനമായും നടക്കുന്നത്. അങ്ങനെ അർജുൻ എന്ത് സംഭവിച്ചു, അർജുൻ ലോറിക്കകത്തായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. രേണുക, ദുഃഖകരമായ അവസ്ഥയിലും രക്ഷാദൗത്യം തുടരുന്നു. അതാണ് ഏക ആശ്വാസം. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കരയിൽ കാണാം. അവർ ഈ ഘട്ടത്തിലും അതിന് നേതൃത്വം നൽകുകയാണ്. ആ നദിയിൽ രൂപപ്പെട്ടിട്ടുള്ള മൺകൂനയിൽ അവിടെ തമ്പടിച്ചുകൊണ്ടാണ് ഈ മുങ്ങൽ വിദഗ്ധർ അവർ
വാഹനം ഉണ്ട് എന്ന് സിഗ്നൽ ലഭിച്ച 4ാമത് സിഗ്നൽ ലഭിച്ച ഇടത്ത് പരിശോധന നടത്തുന്നത്. മുളകളൊക്കെ അവിടെ എത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തികൾ അവിടെ നടത്തുന്നത്. ഏതാണ്ട് 6 തവണ മുങ്ങിയെങ്കിലും പക്ഷേ ആ സ്ഥലത്തെത്താനോ ഈ വാഹനം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ തേടാനോ അവർക്ക് സാധ്യമായിട്ടില്ല. സീറോ വിസിബിലിറ്റിയാണ് ഏറ്റവും ദുർഘടമായി ഇരിക്കുന്നത്. കനത്ത അടിയൊഴുക്കുണ്ട് ഇപ്പോഴും. ആ അടിയൊഴുക്കും മുങ്ങൽ വിദഗ്ധർക്ക് അവിടേക്ക് എത്തുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. എന്തായാലും ഇനി എത്ര നേരം ഈ ദൗത്യം ഈ നിലയിൽ തുടരാൻ കഴിയും എന്നത് വളരെ ആശങ്കയുണർത്തുന്നതാണ്. ഒരുപാട് കായികക്ഷമത ആവശ്യമുള്ള പ്രവൃത്തിയാണ് ഇത്. ഏതാണ്ട് 3-4 മണിക്കൂറായി തുടർച്ചയായി അവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. 8 അംഗ സംഘമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പോലും ഇനി എത്ര നേരം തുടരാൻ കഴിയും? ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ ഇത് സാധ്യമാകുമോ? ഇനി എന്താണ് മറ്റൊരു പോംവഴി എന്നതൊക്കെ ചോദ്യങ്ങളാവുന്നു. ഇന്ന് വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഉടുപ്പിയിൽ നിന്നുള്ള ഈ ഈശ്വർ മാൽവേ സംഘത്തിനെ, അവരുടെ വരവിനെ മാൽപേ സംഘം എത്തിയാൽ അവർ അത്ഭുതങ്ങൾ കാട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവർ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതികൂല ഘടകങ്ങൾ അവർക്ക് വെല്ലുവിളിയാകുന്നു. പക്ഷേ എപ്പോഴും അവർ അവരുടെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിനേഷ്, മറ്റ് ചില സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഇന്നലെ ഈ ഫ്ലോട്ടിംഗ് പോയിന്റൂണൊക്കെ കൊണ്ടുവന്ന് ആ രീതിയിലുള്ള ഒരു പരിശോധന നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സാങ്കേതിക സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ കാന്തം ഇറക്കി ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തണം എന്ന് ഇന്ദ്രബാലൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ നിന്ന് അധികൃതർ നൽകുന്നത് എങ്ങനെയാണ്? രേണുക, അത്തരത്തിൽ ഈ സാധാരണ നമുക്ക് ഇത്തരത്തിൽ ഇരുമ്പ് വസ്തുക്കളിലെല്ലാം തന്നെ കാന്തം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആകർഷിക്കപ്പെടും. അത് വെള്ളത്തിനടിയിൽ അത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട്, അതിന് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ അറിയില്ല. പക്ഷേ വിദഗ്ധർ പറയുന്നത് കൊണ്ട് അത് നമ്മൾ മുഖവിലക്കെടുക്കുക തന്നെ വേണം. ഒരു പക്ഷേ അത്തരത്തിലുള്ള സാധ്യതകൾ പരിശോധിക്കും. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഇത്രയും വലിയ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ട് അതിൽ എന്തൊക്കെ സാധനങ്ങൾ, ഈ ലോറി മാത്രമായിരിക്കില്ല, മറ്റുള്ള പല ഇരുമ്പ് കഷ്ണങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റുകൾ ഇരുമ്പിന്റെ ഉണ്ടെങ്കിൽ, അത് ടെലിഫോണിന്റെ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ, അത്തരത്തിൽ ഇരുമ്പിന്റേതായ കമ്പികളും മറ്റു സാധനങ്ങളും എല്ലാം തന്നെ ഇടിഞ്ഞ് പുഴയിലേക്ക് പോയിട്ടുണ്ടാവും. ഇവിടെ നിന്നെല്ലാം തന്നെ സിഗ്നൽ കിട്ടുകയും ചെയ്യും. അതായത് ഇരുമ്പാണെങ്കിൽ, ഇത്തരത്തിലുള്ള ലോഹമാണെങ്കിൽ കൃത്യമായും ഇതിൽ നിന്ന് സിഗ്നൽ, റഡാറിൽ സിഗ്നൽ കിട്ടും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സിഗ്നൽ അങ്ങനെയാണോ? ലോറിയുണ്ട് എന്നാണ് ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ 4ാമത്തെ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് മൺകൂനയിൽ ലോറിയുണ്ട്, അതിന്റെ ഒരു സൈഡിലോട് ചേർന്ന് തന്നെ ലോറി ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഈ കാന്തം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇത് തെരയാൻ ഉപയോഗിക്കുന്ന രീതിയൊക്കെ അത്തരത്തിൽ നമുക്ക് ഒരുപാട് സാങ്കേതിക വിദ്യയുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും ദിനേശ്, ഇതിപ്പോ ഈ മുങ്ങൽ വിദഗ്ധർ അവർ പല ദുരന്ത മുഖങ്ങളിലും എത്തിയിട്ടുള്ളതാണ്. അവരവിടെ ഈ ശക്തമായ അടിയൊഴുക്കിലും ഇറങ്ങുന്നുണ്ട്. പക്ഷേ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് എനിക്ക് തോന്നുന്നു ചെളിയിൽ പുതഞ്ഞ അവസ്ഥയിലാണ് ഈ വാഹനം എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടോ അങ്ങനെ പെട്ടെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അവസ്ഥയിലാണ് വാഹനമെങ്കിൽ ഈ കാന്തമിറക്കിയുള്ള പരിശോധനയൊക്കെ എത്രമാത്രം പോസിബിൾ ആകും? തീർച്ചയായും അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ പറയുന്നത്. അവര് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഈ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം മൺകൂന രൂപപ്പെട്ടത്, പുഴയ്ക്ക് നടുവിൽ മൺകൂന രൂപപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനടിയിലുള്ള ഒരു ഇരുമ്പ് വസ്തു, വെള്ളത്തിനടിയിലുള്ള ഇരുമ്പ് വസ്തു കണ്ടെത്താൻ ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ എത്രത്തോളം ഗുണം ചെയ്യും എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്തായാലും ഇതിന്റെ വിദഗ്ധരാണ്, അവർക്ക് അതിൽ കൃത്യമായ എന്തായാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ടുള്ള തെരച്ചിൽ അതിൽ കൂടെയാണ് ഇനിയിപ്പോ നമുക്കൊരു പ്രതീക്ഷയുള്ളത്. അത് എന്തായാലും ഇന്ന് രാത്രിയോട് കൂടി തന്നെ എത്തിക്കാനുള്ള ശ്രമം തുടരുമെന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടറായ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മന്ത്രി മുഹമ്മദ് റിയാസും അങ്ങനെയൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അത് രാത്രിയിൽ തന്നെ രാജസ്ഥാനിൽ നിന്ന് എത്തും. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഇതിന്റെ പരിശീലനം സിദ്ധിച്ച ആളുകൾ ഇങ്ങനെ ഒരു നീക്കം എന്തായാലും ആ മൺകൂന് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അർജുൻ്റേത് എന്ന് പറയുന്ന ലോറിയുള്ള സ്ഥലത്ത് അവിടെയായിരിക്കും ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒഴുക്കിനെ പരമാവധി തടഞ്ഞുകൊണ്ട് ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തിരച്ചിൽ നടത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, എന്തായാലും അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ജീവൻ പണയം വെച്ചുള്ള രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്.
പല ഘട്ടങ്ങളിലും നാവികസേന അംഗങ്ങൾ ഡീപ് ഡൈവേഴ്സ് ആ നദിയിൽ ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അവർ പിന്തിരിയുകയായിരുന്നു. 6 നോട്ട്സിന് മുകളിലാണ് അവിടുത്തെ കരണ്ട്. ആ അവസ്ഥയിൽ അതിൽ ഇറങ്ങുക മനുഷ്യസാധ്യമല്ല. ആ ഒരു സാഹചര്യത്തിലായിരുന്നു നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സ് അവരുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയത്. 3 നോട്ട്സ് എങ്കിലും ആണെങ്കിൽ മാത്രമേ അവർക്ക് തെരച്ചിൽ സാധ്യമാകൂ എന്നതാണ് നേവി അറിയിച്ചിരുന്നത്. അവിടെ ഇപ്പോൾ 6.8 നോട്ട്സ് ആണ് അവിടുത്തെ ഇപ്പോഴത്തെ കരണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആ സാഹചര്യത്തിലും പക്ഷേ ജീവൻ പണയം വെച്ചും അവിടെ തെരച്ചിൽ നടത്തുകയാണ് ഉടുപ്പിയിൽ നിന്നെത്തിയ മാൽപ്പേ സംഘം. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവർ പല തവണ തിരിച്ചടി നേരിട്ടിട്ടും ഏതാണ്ട് 6 തവണ അവർ ശ്രമം നടത്തി പരാജയപ്പെട്ടിട്ടും അവരുടെ ശ്രമം അവർ ഉപേക്ഷിക്കുന്നില്ല. അവർ തെരച്ചിൽ തുടരും. ആ നിശ്ചയദാർഢ്യത്തോടു കൂടി അവർ അവിടെ തുടരുകയാണ്. നമുക്ക് കാത്തിരിക്കാം. അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ഷിരൂരിൽ ചെയ്യുന്നുണ്ടെന്ന് MK രാഘവൻ MP പറഞ്ഞു. കർണാടക സർക്കാരിന്റെ പൂർണ്ണ സഹകരണമുണ്ട്. ഇന്നോ നാളെയോ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും MK രാഘവൻ പറഞ്ഞു. അർജുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷമായിരുന്നു MK രാഘവന്റെ പ്രതികരണം. ഇപ്പം ചെയ്യാൻ കഴിയാവുന്ന എല്ലാം തന്നെ അവിടുത്തെ ഗവൺമെൻറ് ജില്ലാ ഭരണകൂടം ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്നും നാളെയും കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പോൺടൂൺ വിടുന്നതോടുകൂടി ഈ ലോറിയെ അവിടെ ക്യാബിനാണല്ലോ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അർജുനെ തേടിയിട്ടാണല്ലോ പോകുന്നത് രക്ഷാദൗത്യം. അപ്പം അർജുനെ കണ്ടെത്തുക ലക്ഷ്യമാണ്. പിന്നെ 2 കർണാടകക്കാരുമുണ്ട്. ഈ 3 പേരെ കണ്ടെത്തുക ലക്ഷ്യം. ഒന്ന് അർജുനാണ് ലോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം അതിൻ്റെ ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ്. അവിടെ കാണുന്നതാണ് വിശ്വാസം. അതിൻ്റെ ശ്രമമാണ് നടത്തി വരുന്നത്. എല്ലാ ശ്രമവും നടത്തുകയാണ്. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതൊക്കെ അവർ ചെയ്യാൻ തയ്യാറാണ് കർണാടക ഗവൺമെൻറ്. ഇപ്പോൾ ഇത്രയും ദിവസമായി നേവി അവിടെയുണ്ട്, അതുപോലെ ആർമി അവിടെയുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഭരണകൂടം അവർ കത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവിടെ ചെയ്യാൻ പറ്റാവുന്നെല്ലാം ചെയ്യുന്നില്ല. പക്ഷേ ഒരു തടസ്സം ഇന്നലെ കാലാവസ്ഥ വരെയായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതുപോലെ തന്നെ ഈ അടിയൊഴുക്ക് പ്രതികൂലമാണ്. ഇതാണ് ഇന്നിപ്പോൾ കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടു. അടിയൊഴുക്ക് ശക്തമാണ്. അർജുനായുള്ള രക്ഷാപ്രവർത്തനം 12ാം നാളിൽ എത്തി നിൽക്കുമ്പോൾ തെരച്ചിലിനായി ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ കൂടി ഷിരൂരിലെത്തിയതോടെ പ്രതീക്ഷയിലായിരുന്നു അർജുന്റെ കുടുംബം. കണ്ണാടിക്കൽ ഗ്രാമവും അതേ പ്രതീക്ഷയാണ് നാട്ടുകാരും പങ്കുവെക്കുന്നത്. ഷിരൂരിലെ ഓരോ ചലനങ്ങളെയും ഉറ്റുനോക്കുകയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമവും അർജുന്റെ കുടുംബവും. നമുക്കറിയാം അവിടേക്ക് മത്സ്യത്തൊഴിലാളികളുടെ സംഘം കൂടി രക്ഷാപ്രവർത്തനത്തിനായി എത്തിയതോടെ ഒരു വലിയ പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുകയുണ്ടായി നമ്മളുമായി. അവിടെ നന്നായി അറിയുന്ന മത്സ്യത്തൊഴിലാളികൾ രംഗത്തേക്ക് എത്തുകയും അവർ അവിടേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ പ്രതീക്ഷ അവർ കൈവിടുന്നില്ല. അർജുനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കണം, തിരികെ കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരണം എന്ന വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമവും അർജുന്റെ കുടുംബവും. കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം ഷിരൂരിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും 2 പേർ ഇപ്പോൾ തിരികെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അവരോട് അവരുടെ വീട്ടിലേക്ക് അവരെത്തിയപ്പോൾ വലിയൊരു സങ്കടം നമുക്ക് അവിടെ നിന്നും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അർജുനുമായി മാത്രമേ മടങ്ങൂ എന്ന് പറഞ്ഞ ആ സംഘത്തിലെ അല്ലെങ്കിൽ അർജുന്റെ ബന്ധുക്കളിലെ 2 പേരാണ് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. അർജുന്റെ അനിയനും മറ്റൊരാളും മടങ്ങിയെത്തിയിരിക്കുന്നു. അതേസമയം അവിടെ സഹോദരി ഭർത്താവ് ജിതിൻ, അമ്മാവൻ, അർജുന്റെ അമ്മാവൻ അടക്കമുള്ള ആളുകൾ അവിടെ തുടരുന്നുണ്ട് ഷിരൂരിൽ. അവർ രക്ഷാ ദൌത്യത്തിന് അടുത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അതിനായുള്ള പാസും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരെ തടഞ്ഞതായും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറ്റിവിടാനാകില്ല എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അതേസമയം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇടപെട്ടുകൊണ്ട് അവർക്ക് പാസ് നൽകിക്കൊണ്ട് രക്ഷാ ദൌത്യത്തിൽ അവിടെ നിൽക്കുന്ന അവരുടെ മാനസികാവസ്ഥ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടി ഈ രക്ഷാ ദൌത്യത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് ഷിരൂരിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവിടെ നിന്നുള്ള ഓരോ വാർത്തകളും ഉറ്റുനോക്കുകയാണ് ഇവിടെ കുടുംബം. അവരുടെ വലിയ പ്രതീക്ഷ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികളിൽ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തന ദൌത്യങ്ങളിൽ പങ്കെടുത്ത പരിശീലനമുണ്ട്. അത് ഈ ഘട്ടത്തിൽ, ഈ നിർണായക ഘട്ടത്തിൽ അത് അർജുനെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ഇവിടെ നാട്ടുകാരും ഒപ്പം അർജുന്റെ വീട്ടുകാരും പങ്കുവെക്കുന്നുമുണ്ട്. അർജുന്റെ വീട്ടിലെ അഞ്ജുവുമായി ഞാൻ സംസാരിച്ചിരുന്നു. അർജുന്റെ സഹോദരി അഞ്ജുവുമായി സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായപ്പോൾ സംസാരിച്ചപ്പോഴൊക്കെ അഞ്ജു പറയുന്നതും ഇതുതന്നെയാണ്. ആദ്യമൊക്കെ വലിയ രീതിയിലുള്ള
ആശങ്കയുണ്ടായിരുന്നു. ഇത്രയും വൈദഗ്ധ്യമുള്ള സൈനികർ അവിടെ എത്തി, നേവി സ്കൂബ ഡൈവർമാർ ഒക്കെ തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനാകാത്തത് ഈ മത്സ്യത്തൊഴിലാളികൾ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അവർക്ക് ആ പുഴയറിയാം, അതുകൊണ്ട് തന്നെ അതിന്റെ ഒഴുക്കിന്റെ ഗതി അറിയാം. ആ തെരച്ചിൽ അത് ഫലം കാണുമെന്ന പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അർജുന്റെ കുടുംബം. എന്തായാലും ആ പ്രതീക്ഷ കുടുംബത്തിന് ഇന്നുണ്ടായിരുന്നു. ആ നാട്ടുകാരും അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു. കേരളം ആകെയും ഉറ്റുനോക്കിയത് ആ വലിയ വലിയ ദൗത്യങ്ങളിൽ പങ്കാളികളായ മാൽപേ സംഘം അത്ഭുതങ്ങൾ കാട്ടുമോ എന്നതായിരുന്നു. പക്ഷേ ആദ്യ ദിവസം ഇപ്പോൾ 6-ലധികം ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിലും നിരാശയാണ് ഫലം. പക്ഷേ അവർ ആ ശ്രമം തുടരുകയാണ്, പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. അത് പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് കാത്തിരിക്കാം. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മാത്രവുമല്ല, മറ്റ് സാധ്യമായ എന്തൊക്കെ വഴികളുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും ഉണ്ട്. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ എത്തിച്ചും തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ഇടവേള. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം ചൊല്ലിടുമടിയാതെ, ചാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. രാമനെ ചിന്തിച്ചു ദുഃഖിയായ കാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ, ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനമാദിനാരായണൻ. ലക്ഷ്മണനായത് അനന്തൻ ജനകജ, ലക്ഷ്മി ഭഗവതി ലോകമായാപര, മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നത് ആത്മാപതൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്യപ്രധാനനായി ഭക്തിപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരാനാദിനജൻ പരമാത്മാവു സാദരൻ. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി ഇന്ദ്രജാവല്ലഭൻ സംഹരിക്കുന്നതും, വൈവസ്വത്വമനു ഭക്തിപ്രസന്നായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു മേധാവിനാക്കി കൊടുത്തതീ രാഘവൻ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ.
മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ ആക്രമണം നടത്താനുള്ള പാക് സൈന്യത്തിന്റെ നീക്കം തകർത്ത് ഇന്ത്യൻ സൈന്യം. ഒരു പാക് ഭീകരനെയും സൈനികനെയും വധിച്ചു. ഒരു സൈനികന് വീരമൃത്യു. 4 പേർക്ക് പരിക്കേറ്റു. ജമ്മുകാശ്മീർ കുപ്വാരയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, വലിയ പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സേനയ്ക്കായിരിക്കുന്നു. ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് വിവരം. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ? ഇന്ന് പുലർച്ചെ 2:30 ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുള്ളത്. ഒരു പാകിസ്ഥാൻ സൈനികനെയും ഒരു പാകിസ്ഥാൻ ഭീകരവാദിയെയും സൈന്യം വധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഇന്ത്യൻ ജവാന് വീരമൃത്യു സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ നുഴഞ്ഞുകയറ്റ ശ്രമം ഭീകരവാദികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതിന് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് സൈന്യം നൽകിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം കാർഗിൽ വിജയ് ദിവസത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ തന്നെ പാകിസ്ഥാന് മറുപടി നൽകിയിരുന്നു. പാകിസ്ഥാന്റെ ഒരു നീക്കവും നടക്കില്ല, അതിനെ കൃത്യമായി ചെറുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അത് കൃത്യമായി തന്നെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആ നീക്കത്തെ തകർത്തിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജമ്മു കാശ്മീരിൽ തുടരെ യുദ്ധം നടക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 ദിവസത്തിനിടെ ഇത് 2ാമത്തെ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം ജമ്മുവിലും ഏറ്റുമുട്ടലുകൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഈ കുപ്വാരയിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സൈന്യത്തെ അങ്ങോട്ട് വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ ശക്തമായ ഏറ്റുമുട്ടൽ തന്നെ തുടരുകയാണ്. എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തിന് കൃത്യമായ ശക്തമായ ഒരു മറുപടി തന്നെയാണ്, തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം നൽകിയത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആ ഒരു നീക്കത്തെ കൃത്യമായി നമ്മുടെ ജവാന്മാർ അതിനെ തുരത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബോർഡർ ആക്ഷൻ ടീം എന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഭീകരവാദികൾ ഈ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അതിനെയാണ് പാകിസ്ഥാൻ സൈന്യത്തിനാണ് കൃത്യമായി ഒരു തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയത്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025 പേരിൽ കോൺഗ്രസിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കാൻ അനുരഞ്ജന നീക്കവുമായി ഹൈക്കമാൻഡ്. KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിൽ കാണും. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇംഗ്ലണ്ടിൽ നിന്ന് തിരികെ എത്തിയ ശേഷം ചർച്ച നടക്കുമെന്നാണ് സൂചന. വിമർശനങ്ങളിൽ AICCയെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കമാൻഡ് ഇടപെടൽ ഇല്ലാതെ ചുമതല ഏറ്റെടുക്കില്ല എന്നാണ് സതീശന്റെ നിലപാട്. അതേസമയം താൻ വിമർശനത്തിന് അതീതനല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംഘടനാപരമായ കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ മറുപടി പറഞ്ഞു. ഞാൻ വിമർശനത്തിന് അതീതനല്ല. ആർക്ക് വേണമെങ്കിൽ എന്നെ വിമർശിക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഹൈക്കമാൻഡ് ഇടപെടേണ്ട ആവശ്യമില്ലെന്നും മിഷൻ 2025 മുന്നോട്ടു പോകുമെന്നും K. മുരളീധരൻ പ്രതികരിച്ചു. പാർട്ടിയിൽ ഒരു തർക്കവുമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനാണ് പാർട്ടി യോഗമെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്തേണ്ടവർ തിരുത്തുമെന്നും K. മുരളീധരൻ പറഞ്ഞു. മിഷൻ 25 ഞങ്ങൾ മുന്നോട്ട് പോകും. അടുത്ത ലോക്കൽ ബോഡിയിൽ നല്ല റിസൾട്ട് UDFനുണ്ടാവും. ഒരു തർക്കവും പാർട്ടിക്കകത്തില്ല. പിന്നെ പാർട്ടി യോഗങ്ങൾ എന്ന് പറയുന്നത് എന്തിനാ? തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങൾ ചേരുന്നത്. അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടവർ തിരുത്തും. അപ്പോൾ അത് ഒരു കുറ്റമല്ല. പക്ഷേ ചില ആൾക്കാരൊക്കെയാണ് ഇതിന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ ഉണ്ട്. അത് അന്വേഷിച്ച് പാർട്ടി നേതൃത്വം കണ്ടുപിടിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. അതിപ്പോ ഈ പാർട്ടിക്കകത്ത് മാത്രമല്ലല്ലോ, കേഡർ പാർട്ടിയായിട്ടുള്ള CPMലെ അവസ്ഥ എന്താ? തുറന്ന പുസ്തകമല്ലേ ഇപ്പോൾ കേഡർ പാർട്ടിയിൽ. ഞങ്ങൾക്ക് മുമ്പേ കുറച്ച് ജനാധിപത്യം കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചില കാര്യങ്ങൾ എപ്പോഴും പുറത്തു വരും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് വരികയാണ്. മൊത്തം ആ കാര്യങ്ങൾ ഗുണകരമല്ല. പാർട്ടി യോഗങ്ങളിൽ വിമർശനങ്ങൾ സ്വാഗതാർഹമാണ്. ഞങ്ങളും വിമർശിക്കപ്പെടാറുണ്ട്. അങ്ങനെ വിമർശിക്കുമ്പോൾ ഞങ്ങൾ തെറ്റ് തിരുത്തണവർ ഞങ്ങൾ തെറ്റ് തിരുത്തും.
മിഷൻ 25-ന്റെ ചുമതല പ്രതിപക്ഷ നേതാവിനാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോഴത്തെ വിവാദം തെറ്റിദ്ധാരണ മൂലമാണ്. പ്രതിപക്ഷ നേതാവ് വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പാർട്ടി നല്ല രീതിയിൽ പോകുന്നതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടെന്നും അവരാണ് ഇല്ലാത്ത കാര്യങ്ങൾ വാർത്തയായി നൽകുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. മിഷൻ 25-ന്റെ ഓപ്പറേഷൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും അതുമായി മുന്നോട്ട് പോകാം. പക്ഷെ KPCC പ്രസിഡന്റ് അധികാരം KPCC പ്രസിഡന്റിനുള്ളതാണ്. അതിലൊന്നും ആർക്കും കൈയടത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? മിഷൻ 25 എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വിങ് ആണ്. അത് മനസ്സിലായത്. ഇംപ്ലിമെന്റേഷൻ പാർട്ട് പ്രതിപക്ഷ നേതാവിനാണ്. എന്ത് തെറ്റുള്ളത്? വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കാസർഗോട്ടെ പാർലമെന്റ് അംഗമാണ്. എനിക്കിവിടെയാണ് ചുമതല വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അധികാരികളുടെ ഒരു അധികാരത്തിലും കൈകടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവനല്ല. പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വന്നതാണ്. അപ്പോൾ ഈ ജില്ലയ്ക്ക് ഒരു DC പ്രസിഡന്റ്, ഈ ജില്ലയ്ക്ക് KPCC ഒരു ചുമതലക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടേതായ അധികാരമുണ്ട്. ആ അധികാരത്തിൽ ഒരിക്കലും കൈകടത്താനുള്ള അവകാശം എനിക്കില്ല. ഞാൻ കൈകടത്തുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് വ്യവസ്ഥാപിതമായ സംഘടനയുടെ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആ സംഘടനാ സംവിധാനങ്ങളെ സഹായിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഓരോ ജില്ലയിലും ഞങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്, പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. CPM പരാതിയെ തുടർന്ന് KK ശിവരാമനെ ഇടുക്കി LDF ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. ശിവരാമന്റെ FB പോസ്റ്റുകൾ ഘടകകക്ഷികൾക്ക് ദോഷമുണ്ടാക്കിയെന്നും മുന്നണി മര്യാദകൾ പാലിക്കാതെയുള്ള അഭിപ്രായങ്ങൾ നടത്തിയെന്നും CPM നേതൃത്വം വിലയിരുത്തി. SNDPയിലെ BJP അനുകൂല വോട്ട് ചോർച്ച തടയാൻ CPM ഇടപെടൽ. പാർട്ടി മെമ്പർമാരായ ശാഖാംഗങ്ങളുടെ യോഗം വിളിക്കും. യൂണിയൻ അടിസ്ഥാനത്തിൽ യോഗം ചേരാനാണ് തീരുമാനം. ശാഖകളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കൾ യോഗത്തിന് മുൻകൈയെടുക്കും. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ 15 സെനറ്റ് അംഗങ്ങളുടെ വോട്ട് എണ്ണുന്നതിന് ഹൈക്കോടതിയുടെ വിലക്ക്. ഗവർണർ നോമിനേറ്റ് ചെയ്ത 5 സെനറ്റ് അംഗങ്ങളുടേത് ഉൾപ്പെടെയുള്ള വോട്ട് എണ്ണുന്നതിനാണ് സിംഗിൾ ബെഞ്ചിന്റെ വിലക്ക്. ഇതിൽ 14 പേർ വിദ്യാർത്ഥി പ്രതിനിധികളും ഒരാൾ ഹെഡ്മാസ്റ്ററുടെ പ്രതിനിധിയുമാണ്. സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ നടപടി. 10 സെനറ്റ് അംഗങ്ങളുടെ കാലാവധി ജൂലൈ 20-ന് പൂർത്തിയായെന്ന വാദം പരിഗണിച്ച് BJP അനുകൂല സെനറ്റ് അംഗം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന് 60 ദിവസം മുൻപ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നതാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത 5 സെനറ്റ് അംഗങ്ങളുടെ വിലക്കിന് കാരണം. വ്യവസായ പാർക്കുകളുടെ പാട്ട വ്യവസ്ഥയിൽ ഇളവുമായി സർക്കാർ. 100 കോടി രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ 10% മാത്രം അടച്ചാൽ മതിയെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. പിന്നീട് 2 വർഷം മൊറട്ടോറിയം ലഭിക്കും. പാട്ടക്കാലാവധി 90 വർഷമാക്കുമെന്നും P. രാജീവ് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സെസ് നിൽക്കുന്ന ഏരിയകളെല്ലാം 90 തന്നെയാണ്, നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ. അപ്പൊ ഇടക്കാലത്ത് എപ്പോഴോ 30-60 മാറ്റിയതാണ്. പക്ഷെ അതൊരു ആവശ്യമായിട്ട് വന്നു. അപ്പൊ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സ് നൽകാൻ സഹായകരായിരിക്കും. അവരുടെ തന്നെ നമ്മളെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ എല്ലാ സംഘടനകളായിട്ട് ചർച്ച ചെയ്തു. ഈ കിൻഫ്ര KSIDC പാർക്കുകളിലുള്ള അവരുടെ സംവിധാനമായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ എല്ലാ ജില്ലകളിലും പോയി ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സണ്ണി കമ്മിറ്റി വെച്ചു. അതിന്റെ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കി. പിന്നെ ലാൻഡ് പോളിസിയിൽ ഇപ്പോൾ എല്ലാം മാറ്റം വരുത്തി. ഇപ്പൊ എല്ലാം നമ്മൾ ക്ലിയറായി. ലാൻഡ് പോളിസികളെല്ലാം ആയി, നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയായി. ബാക്കി പോളിസികൾ ഈ 2 മാസം കൊണ്ട് ഓഗസ്റ്റിൽ തന്നെ ബാക്കി എക്സ്പോർട്ട് പോളിസി, ലോജിസ്റ്റിക് പോളിസി, ESG പോളിസി. പാരീസിൽ ആദ്യ സ്വർണം ചൈനയ്ക്ക്. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ 2 സ്വർണവും ചൈനയ്ക്ക്. 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീം ഇനത്തിലാണ് ചൈനയുടെ സ്വർണ്ണ നേട്ടം. ഈ ഇനത്തിൽ ഇന്ത്യയ്ക്ക് ഫൈനൽ റൌണ്ടിലേക്ക് കടക്കാനായില്ല. ഇന്ത്യയ്ക്കായി സന്ദീപ് സിംഗ്, എളവേനിൽ വളറിവാൻ, അർജുൻ ബാബുട്ട, റബിത ജിണ്ടാൽ സഖ്യങ്ങളാണ് മത്സരിച്ചത്. ഇരു ടീമുകൾക്കും യോഗ്യതാ റൌണ്ടിൽ നിന്ന് മുന്നേറാനായില്ല. അതേസമയം ഇന്ത്യൻ പ്രതീക്ഷയായി വനിതാ വിഭാഗം 10 മീറ്ററിൽ മനു ഭാക്കർ ഫൈനലിൽ പ്രവേശിച്ചു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഒന്നാം ദിനം ഇന്ത്യയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ചൈനയുടെ മുന്നേറ്റം എങ്ങനെ?
രേണുക, ഇന്ന് 8 ഇനങ്ങളിലായാണ് ഇന്ത്യൻ സഖ്യം മത്സരത്തിനായി ഇറങ്ങിയത്. അതിലേറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നത് ഷൂട്ടിംഗ് റേഞ്ചിൽ തന്നെയാണ്. പക്ഷേ തുടക്കത്തിലെ തന്നെ നിരാശാജനകമായ വാർത്തകൾ തന്നെയാണ് പാരീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയും ചെയ്തത്. അതായത് 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ആദ്യ റൗണ്ട് പൂർത്തീകരിച്ച് രണ്ടാം റൗണ്ടിലേക്ക് കടക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. 2 ടീമായിരുന്നു ഇത്തവണ മത്സരരംഗത്തുണ്ടായിരുന്നത്. രമിത അർജുൻ സഖ്യം 6ാം സ്ഥാനത്ത് ആണ് ഫിനിഷ് ചെയ്യുകയും ചെയ്തത്. 628.7 ആണ് അവരുടെ സ്കോർ ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ 11-ൽ വളരിവൻ, ഒപ്പം തന്നെ സന്ദീപ് സിംഗ് ഇവരടങ്ങിയ മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ അവർക്ക് 12ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ഈ സഖ്യങ്ങൾ നേരത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ തന്നെയായിരുന്നു. ഒരു പക്ഷേ ഫൈനൽ റൗണ്ടിലേക്ക് എത്തി മെഡൽ ഉറപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച താരങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഈ ഇനത്തിൽ ചൈനയ്ക്കായിരുന്നു സ്വർണം നേടാൻ സാധിച്ചത്. കൊറിയ സിൽവർ മെഡൽ നേടുകയും ഒപ്പം തന്നെ കസാക്കിസ്ഥാൻ ബ്രോൺസ് മെഡൽ നേടുകയും ചെയ്തു ഈ ഇനത്തിൽ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതേസമയം ഈ ഷൂട്ടിംഗ് റേഞ്ചിൽ ഏറെ പ്രതീക്ഷകളുള്ളത് ഇപ്പോൾ മനു ഭേക്കറിൻ്റെ ഒരു പ്രകടനം തന്നെയാണ്. 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ മനു ഭേക്കർ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 580 പോയിന്റ് നേടിയാണ് താരം 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. രാത്രിയോടുകൂടി ഇതിൻ്റെ ഒരു മത്സരഫലങ്ങൾ പുറത്തു വരികയും ചെയ്യും. മറ്റ് ഇനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ PV സിന്ധു ബാഡ്മിൻ്റനായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ രാത്രി 9 മണിക്ക് മെൻസ് ഹോക്കി ടീമിൻ്റെ മത്സരമുണ്ട്. ന്യൂസിലൻഡിനെതിരെയാണ് മത്സരം നടക്കുന്നത്. മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷം തന്നെയാണ്. കാരണം PR ശ്രീജേഷ് മത്സരരംഗത്തുണ്ട്. ഗോൾ വലക്കാക്കാൻ PR ശ്രീജേഷുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഒളിമ്പിക്സോട് കൂടി അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സിൽ ലഭ്യമായ ആ ഒരു വെങ്കലം ഇത്തവണ തങ്കത്തിളക്കത്തോടു കൂടി നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ രീതിയിലേക്ക് തന്നെ മത്സരങ്ങൾ പോകുമെന്ന് നമുക്കറിയാം. എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ എതിരാളി മരണ ഗ്രൂപ്പിലാണ് ഇന്ത്യ ഉള്ളത്. അതിൽ ആദ്യ എതിരാളി കരുത്തരായിട്ടുള്ള ന്യൂസിലൻഡ് തന്നെയാണ്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 9 മണിക്കാണ് ഇന്ത്യൻ സമയം 9 മണിക്കാണ് മത്സരങ്ങളുള്ളത്. ഇനി വുമൻസിൻ്റെ 10 മീറ്റർ മത്സരം ഫലം വരാനുണ്ട്. ഒപ്പം തന്നെ മെൻസിൻ്റെ സിംഗിൾസ് 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗങ്ങളുടെ മത്സരം ഇനി പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബോക്സിംഗിൽ വുമൻസിൻ്റെ 54 കിലോ വിഭാഗത്തിൽ പ്രീതി പവാർ മത്സരരംഗത്തുണ്ട്. എന്തായാലും ഇന്ന് ഷൂട്ടിങ്ങിലായിരുന്നു ഏറെ പ്രതീക്ഷ വെച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ ഈ വിജയിക്കുമെന്ന് കരുതിയിരുന്ന ആ 2 മെഡൽ നേട്ടം അത് നമുക്ക് ഇല്ലാതെ പോയത് വലിയ നിരാശാജനകമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പാരീസിൽ നിന്ന് വന്നത്. എന്തായാലും മനു ഭേക്കറിന്റെ പ്രകടനം എന്തായാലും എടുത്തു പറയുകയാണ്. ശരി, MG ബിന്ദുവിനാണ് വിവരങ്ങൾ നൽകിയത്. ആകെ മെഡൽ നേട്ടം ഇക്കുറിയെങ്കിലും 2 അക്കത്തിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യവുമായിട്ടാണ് ഒളിമ്പിക്സിനായി ഇന്ത്യൻ സംഘം പാരീസിലേക്ക് എത്തിയിരിക്കുന്നത്. വിവിധ ഇനങ്ങളിലായി 117 താരങ്ങൾ രാജ്യത്തിനായി കളത്തിലിറങ്ങും. ആ കൂട്ടത്തിലെ മലയാളി സാന്നിധ്യം ആരെല്ലാം എന്ന് നോക്കാം. ടോക്കിയോയിലെ വെങ്കലം സ്വർണ്ണമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് PR ശ്രീജേഷ് പാരീസിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ വലക്കാക്കാൻ ഇറങ്ങുന്നത്. 36-കാരനായ താരം ഇനിയൊരു ഒളിമ്പിക്സിനുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാരീസിൽ തങ്കത്തിൽ കുറഞ്ഞൊന്നും ഈ എറണാകുളത്തുകാരൻ പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല. ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പ്രധാന മെഡൽ പ്രതീക്ഷകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തുകാരൻ HS പ്രണോയ്. ലോക 13 നമ്പർ താരമായ പ്രണോയ് പരിക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മറികടന്നാണ് പാരീസിലേക്ക് എത്തിയത്. മുൻ ഇന്ത്യൻ താരം ഗുരുസായി ദത്തിന്റെ ശിഷ്യനായ താരം കഠിന പരിശീലനത്തിലാണ്. കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിനിടെ താരത്തിന് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. ഇതിനു പിന്നാലെ ഈ വർഷം കളിച്ച ഗ്രാൻഡ് പ്രീ ടൂർണമെന്റുകളിൽ ഒന്നിൽ പോലും ആദ്യ റൗണ്ട് പിന്നിടാൻ താരത്തിനായില്ല. എന്നാൽ കഴിഞ്ഞ മാസം ഓസ്ട്രേലിയൻ ഓപ്പണിൽ ക്വാർട്ടറിലെത്തിയതോടെ ഒളിമ്പിക്സിൽ മികവ് കാട്ടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് താരം. അടുത്തത് റിലേയിലെ പ്രതീക്ഷകളാണ്. മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, മിജോ ചാക്കോ കുര്യൻ, അമോജ് ജേക്കബ് ഇന്ത്യൻ പുരുഷ 4x400 മീറ്റർ റിലേ ടീമിലെ മലയാളി സാന്നിധ്യമാണ് ഇവർ. കൊല്ലം സ്വദേശിയായ മുഹമ്മദ് അനസിന് പാരീസിലേത് 3ാമത്തെ ഒളിമ്പിക്സ് ആണ്. 2016-ൽ റിയോ ഒളിമ്പിക്സിൽ 400 മീറ്റർ വ്യക്തിഗത മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ ഈ നിലമേലുകാരന് സാധിച്ചിരുന്നു. ടോക്കിയോയിൽ 4x400 മീറ്റർ പുരുഷ റിലേയിലും 4x400 മീറ്റർ മിക്സഡ് റിലേയിലും അനസ് ട്രാക്കിലിറങ്ങിയിരുന്നു. കോട്ടയംകാരൻ മുഹമ്മദ് അജ്മലിന് ഇത് ആദ്യത്തെ ഒളിമ്പിക്സ് ആണ്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ പങ്കാളിയായ താരം കൂടിയാണ് അജ്മൽ. ഏഷ്യൻ ഗെയിംസിൽ സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയ മിജോ ചാക്കോ കുര്യനാണ് ടീമിലെ മറ്റൊരു മലയാളി സാന്നിധ്യം. കാസർഗോഡ് പനമ്പൂർ സ്വദേശിയാണ് മിജോ. 2023-ലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടാൻ സാധിച്ച താരത്തിന് ഹംഗറിയിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാനായിരുന്നു. ഡൽഹി മലയാളിയായ അമോജ് ജേക്കബും പാരീസിൽ ഇന്ത്യൻ റിലേ ടീമിനൊപ്പമുണ്ട്. 2020-ലെ ടോക്കിയോ ഒളിമ്പിക്സിലും താരം ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു. അടുത്തത് ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കറിന്റെ സാന്നിധ്യമാണ്. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി മെഡൽ നേടിയിട്ടുള്ള താരമാണ് കോഴിക്കോട് നാദാപുരം സ്വദേശി അബ്ദുള്ള അബൂബക്കർ. ബംഗളൂരുവിലെ സായി സെന്ററിലായിരുന്നു താരത്തിന്റെ പരിശീലനം. ഇവരെല്ലാമാണ് പാരീസിലെ മലയാളത്തിന്റെ അഭിമാന താരങ്ങൾ. ഒളിമ്പിക്സ് ഡെസ്ക് ന്യൂസ് 18.
ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിൽ നിന്നുള്ളവരാണ് ദേർ അൽ ബലായിലെ ഈ സ്കൂളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ രാജ്യാന്തര മധ്യസ്ഥതയ്ക്ക് തയ്യാറായവർ യോഗം ചേരാനിരിക്കെയാണ് ഇന്ന് വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അതേസമയം ഹമാസിന്റെ കൺട്രോൾ സെന്ററായാണ് ഈ സ്കൂൾ പ്രവർത്തിച്ചിരുന്നതെന്നും ഇവിടെ വലിയ ആക്രമണം ലക്ഷ്യമിട്ട് ഹമാസ് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നുവെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു. നിപ്പയിൽ ആശ്വാസം. 4 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായി. പുതുതായി 7 പേരാണ് അഡ്മിറ്റായത്. ആകെ 8 പേരാണ് ചികിത്സയിലുള്ളത്. 472 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എറണാകുളത്ത് ഷൂട്ടിങ്ങിനിടെ കാർ മറിഞ്ഞ നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപിനും പരിക്ക്. ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ MG റോഡിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. പരിക്ക് ഗുരുതരമല്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് കൊച്ചി സെൻട്രൽ പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ഷൂട്ടിങ്ങിന് അനുമതി വാങ്ങിയിരുന്നതായി പോലീസ് അറിയിച്ചു. ഡാനി പോളിന്റെ റിപ്പോർട്ട്. സിനിമകളുടെ വ്യാജ പതിപ്പ് ഇറക്കുന്ന സംഘം പിടിയിൽ. തിയേറ്ററിൽ ഇരുന്ന് സിനിമ മൊബൈലിൽ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന തമിഴ്നാട് മധുര സ്വദേശികളാണ് പിടിയിലായത്. തിരുവനന്തപുരം ഏരീസ് തിയേറ്ററിൽ വെച്ച് തമിഴ് ചിത്രം റയാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് പോലീസ് ഇവരെ പിടികൂടിയത്. മധുര സ്വദേശി സ്റ്റീഫനെ കാക്കനാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കൊച്ചി കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾക്ക് മഴക്കോട്ടുകൾ നൽകി മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇത്. 1000 മഴക്കോട്ടുകളാണ് കൈമാറിയത്. കൊച്ചി മേയർ അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് CEO PE മത്തായി മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. ICL ഫിൻകോർ പുതിയ ഡയറക്ടർമാരായി ഡോക്ടർ രാജശ്രീ അജിത്തും ഡോക്ടർ MN ഗുണവർദ്ധൻ IASും ചുമതലയേറ്റു. ഫിലോസഫിയിൽ ഡോക്ടറേറ്റും 26 വർഷത്തെ പരിജ്ഞാനവുമുള്ള ഡോക്ടർ രാജശ്രീ അജിത്ത് നിരവധി സർക്കാർ സ്ഥാപനങ്ങളുടെ MD, ഡയറക്ടർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. KTDFCയിലെ MD സ്ഥാനം രാജിവെച്ചാണ് ഡോക്ടർ രാജശ്രീ അജിത്ത് ICL ഫിൻകോർപ്പിന്റെ ഭാഗമാകുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ MN ഗുണവർദ്ധൻ IAS 2015 സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ചീഫ് സെക്രട്ടറി റാങ്കിൽ നിന്നുമാണ് വിരമിച്ചത്. 32 വർഷത്തെ പാരമ്പര്യമുള്ള ICL ഫിൻകോർപ്പിന് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലായി ഇന്ത്യയിലുടനീളം നിരവധി ശാഖകളുണ്ട്.